Good afternoon. Good afternoon, ma'am. Good day, എല്ലാവരും. Good afternoon, ma'am. Good afternoon, ma'am. Miss sound കുറവാണല്ലോ. ഫുഡ് കഴിച്ചായിരുന്നോ? എന്താ ഫുഡ് കഴിക്കാന്? സൗമ്യക്ക് പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ടൈമായിട്ടില്ലേ? ആ ഇന്നലെ എടുത്ത കാര്യങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? ഓക്കെ. ഇന്നലെ എടുത്ത കാര്യം വായിച്ചു നോക്കിയിട്ടുണ്ടാ? ഇന്നലത്തെ പോർഷൻസ് വായിച്ചു നോക്കി. അയ്യോ മിസ് സൗണ്ട് കുറവ്. നോക്കിയോ? വായിച്ചു നോക്കിയോ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ കേട്ടാ. What do you mean by outpatient departments? What do you mean by outpatient departments? ഞാൻ പറയുന്ന ആളെ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അംഗിത് ഒന്ന് പറഞ്ഞേ. What do you mean by outpatient departments? അംഗിത് ഉണ്ടായിരുന്നല്ലോ, ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അംഗിത് ഉണ്ടോ? സുനീത ഒന്ന് പറഞ്ഞേ. സുനീത പറഞ്ഞോ. സുനീത ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. എന്താ ക്വസ്റ്റ്യനും കേട്ടില്ല. എന്താണ്? ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നും കേട്ടില്ല. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? What do you mean by outpatient departments? ഹോസ്പിറ്റലിലുള്ള അഡ്മിറ്റ് ചെയ്തേക്കണ പേഷ്യന്റ് അല്ലേനോ? എന്താണ്? അഡ്മിറ്റ് ചെയ്യാത്ത പേഷ്യന്റ് അല്ലേ ഔട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലില്? ഓക്കെ. എന്തൊക്കെ സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്? OPD ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയഗ്നോസിക്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവേഷൻ,
റീഹാബിലേഷൻ. ഇനി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഇന്റർവെൻഷൻ മെഡിക്കൽ ഡിസോർഡേഴ്സ്, പറഞ്ഞോ, ശരിയാണ്. ഇംപ്രൂവ് ആയിട്ട് മെഡിക്കൽ ഡിസോർഡേഴ്സിന് അറിയോ? ഇംപ്രൂവ് ചെയ്യണല്ലേ മാം മെഡിക്കൽ ഡിസോർഡേഴ്സിന്? ഇംപ്രൂവ് ചെയ്തിട്ട് ആർക്ക് പറയാം? ഇന്റർവെൻഷൻ. രോഗം വന്നാല് അത് ചികിത്സിച്ച് ഭേദമാക്കുക. അതിനുള്ള നടപടികൾ, ആക്ഷൻ, നടപടികളാണ് ഇന്റർവെൻഷൻ. ഓക്കെ. ഇനി ഇതാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD? അലീന, വാട്ട് ആർ ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD? പറഞ്ഞോ മോളെ. ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യണം, പിന്നെ മോഡേൺ ടെക്നിക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം, പിന്നെ പേഷ്യന്റിന് ബെറ്റർ ട്രീറ്റ്മെന്റ്, അവർക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം, പിന്നെ പബ്ലിക് റിലേഷൻ, ഗുഡ് പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. പറയണ കാര്യങ്ങൾ അപ്പൊ തന്നെ ശ്രദ്ധിച്ച് പോണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവണത്. എക്സാം വരുമ്പോ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോണ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് OPD. These scopes of OPD includes the following. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് സ്കോപ്പ് ആണ് പറയുന്നത് കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി സർവീസസ്. കൺസൾട്ടേഷൻ എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ചാപ്റ്ററിന്റെ പേരെന്താണ്? ഏത് ചാപ്റ്റർ ആണ്? അരുണിമയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഏത് ചാപ്റ്റർ ആണെന്ന്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ചാപ്റ്റർ 6. ഓക്കെ, അപ്പൊ എന്താണ്? ഫസ്റ്റ് സ്കോപ്പ് ആണ് കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസസുകൾ അല്ലെ? കൺസൾട്ടേഷൻ, ഡോക്ടറെ കാണുന്നു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷനിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. ടെസ്റ്റുകൾ അല്ലെ? ഡിഫറെന്റ് ടെസ്റ്റുകളെയാണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ പ്രൊസീജിയറും സ്പെഷ്യാലിറ്റി സർവീസുകളൊക്കെ OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് OPDയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി രണ്ടാമത്തെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. എന്താണ് പ്രൊമോട്ട് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് പ്രൊമോട്ട്? പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടയുക. അപ്പൊ എന്താണ്? ഹെൽത്ത് കെയർ, നല്ലൊരു ബെറ്റർ ഹെൽത്ത് കെയറിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിവെന്റീവ് അല്ലെ? രോഗങ്ങൾ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്നത് തടയാനുള്ള നടപടിക്രമങ്ങൾ ആരെടുക്കുന്നുണ്ട്? OPD ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ട്. അതിനുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിനിക് which includes diabetics and antenatal. എന്താണ് antenatal എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? antenatal means എന്താണ്? Yes or no? അറിയോ? ആന്റിനറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗർഭിണികളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ചുള്ള എന്ന് പറയില്ലേ? ഗർഭിണികളുടെ
ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ച അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കണം. ഗർഭിണികളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ച. അപ്പൊ എന്താണ്, എന്തൊക്കെ സർവീസുകളാണ് അല്ലെങ്കിൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, രോഗം വരുന്നത് തടയാനുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഡയബറ്റിക്സ് അല്ലെ, പ്രമേഹ രോഗികൾക്ക് അവർക്ക് എന്താണ് ബ്ലഡ് ചെക്ക് ചെയ്യണം, അതിനുള്ള കാര്യങ്ങൾ കുറെ സ്പെഷ്യാലിറ്റി സർവീസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഗർഭിണികൾക്ക് അല്ലെ, പ്രഗ്നന്റ് ലേഡീസിനൊക്കെ എന്താണ് അവരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് സ്കോപ്പായിട്ട് പറയുന്നത്. പിന്നെന്താണ് തേർഡ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഹാബിലിറ്റേഷൻ സർവീസസ്. എന്താണ് റീഹാബിലിറ്റേഷൻ? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പഠിക്കാവുന്നതാണ് സ്കോപ്പ്. എന്താണ് റീഹാബിലിറ്റേഷൻ? റീഹാബിലിറ്റേഷൻ മീൻസ് പുനരധിവാസം അല്ലെ, നോർമൽ ലൈഫിലേക്ക് ഒരാളെ എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്ട്രോക്ക് വന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്ട്രോക്ക് വന്നിട്ട് എന്താണ്, ഒരു വശം കൈയും കാലും തളർന്നു പോയി, അയാളെ നോർമൽ ലൈഫിലേക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് നോർമൽ ലൈഫിലേക്ക് മാറ്റുന്ന ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ മിസ്. അതാണ് റീഹാബിലിറ്റേഷൻ സർവീസസ് അല്ലെ. പൊതുജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് റീഹാബിലിറ്റേഷൻ സർവീസസ്. എക്സാമ്പിൾസ് എന്താണ്, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ എക്സാമ്പിളുകളാണ്. പിന്നെ എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ അറിയാലോ, പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കൊറോണ ടൈമിലൊക്കെ എന്താണ് ക്യാമ്പുകൾ, അതുപോലെ തന്നെ എന്താണ് കൊറോണ ടൈമിലൊക്കെ എന്താണ് എല്ലാം സെമിനാർസ് അല്ലെ, ശരിയാണ്, അവയർനെസ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ. പിന്നെ കൊറോണ ടൈമിലൊക്കെ എന്താണ് എല്ലാ ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗത്തും എന്താണ് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വെക്കുക അല്ലെ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, കൈ കഴുകണം, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഓരോരുത്തർക്കും എന്താണ് ഹെൽത്ത് അതിനെ കുറിച്ചുള്ള അറിവ് അവയർനെസ് പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. പിന്നെ എന്താണ് എല്ലാവരും പറഞ്ഞു, പോസ്റ്റർ, ക്യാമ്പുകള് അല്ലെ, മെഡിക്കൽ ക്യാമ്പുകള്, സെമിനാർസുകള് അല്ലെ, അവയർനെസ് പ്രോഗ്രാംസുകൾ, ഇതൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്, 4 തരത്തിലുള്ള സ്കോപ്പാണ് OPDക്ക് ഉള്ളത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കോപ്പുകളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. 4 തരത്തിലുള്ള സ്കോപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ ആൻഡ് സ്പെഷ്യാലിറ്റി സർവീസസ്. പിന്നെ എന്താണ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ, പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ രോഗങ്ങൾ വരുന്നത് തടയാനായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, റീഹാബിലിറ്റേഷൻ സർവീസസ്. പിന്നെ എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷനും പേഷ്യൻസിനും അതുപോലെ വിസിറ്റേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? 4 പോയിന്റും സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി എന്താണ്, ലൊക്കേഷൻ ഓഫ് OPD. ലൊക്കേഷൻ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്താണ് ഫസ്റ്റ് പോയിന്റ്, ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, റേഡിയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള്. എന്താണ് ഗ്രൗണ്ട് ഫ്ലോർ? എവിടെയായിരിക്കും ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരിക്കാം? താഴെ അല്ലെ, ഏറ്റവും താഴത്തെ നിലയാണ് എന്ത്, ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, അപ്പൊ അവിടെ ആയിരിക്കും എന്ത്, OPD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും താഴത്തെ നിലയായ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും എന്ത്, OPD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താണ്, ഷുഡ് ഷെയർ വിത്ത് IPD. എന്താണ് IPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനും കൂടി ഒരു കണക്ഷൻ ഉണ്ടാവും. കണക്ട് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, IPDയും OPDയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ എന്താണ്, നമ്മൾ OPയിൽ ഒരു ഡോക്ടറെ കാണാൻ വന്നു, തീരെ ആവശ്യമായിട്ടാണ് കാണാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ 2 ദിവസം കിടക്കണം, 2 ദിവസം കിടന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോ എന്താണ്, അപ്പൊ എന്താണ് IPDയും OPDയും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ ലൊക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളത്. പിന്നെ എന്താണ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് അല്ലെ. ഡയഗ്നോസ്റ്റിക് അറിയാലോ, രോഗനിർണയം നടത്തുന്നതിനും അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസും, എക്സ്റേ, ലാബ് ടെസ്റ്റുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളും എന്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, യൂണി ഡയറക്ഷണൽ ഫ്ലോ.
എന്തായിരിക്കും യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്തായിരിക്കാം? ഒരേ ഡയറക്ഷൻ, ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. എന്താണ് OP ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും സ്ട്രക്ചർ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് വരുന്നു, ഹോസ്പിറ്റലിലേക്ക് വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെയല്ലേ OP ഡിപ്പാർട്ട്മെന്റില്? അപ്പൊ എന്താണ് ഓരോ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ എന്താണ് OP ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ സ്ട്രക്ചർ ആണ്? നമ്മൾ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ, എന്നിട്ട് OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തുന്നു, അതിനുശേഷം മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഓരോ സ്ട്രക്ചറിലായിരിക്കും OP ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് നടത്തുന്നത്. അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോയിങ് അതിലൂടെ പറയുന്നത്. അപ്പൊ എന്താണ് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പിന്നെന്താണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ? എക്സ്പാൻഷൻ എന്താണ്? എക്സ്പാൻഷൻ വികസനം, വിസ്തൃതി അല്ലെ, ധാരാളം സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലെ, അതിനുള്ള ഫെസിലിറ്റീസും കുറേയധികം ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സ്പാൻഷൻ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷനും എന്താണ് ലൊക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ ലൊക്കേഷനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യം എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ OP ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. പിന്നെ എന്താണ് പഠിച്ചത്? OPയും IP-യും, OP ഡിപ്പാർട്ട്മെന്റും IP ഡിപ്പാർട്ട്മെന്റും തമ്മിലൊരു കണക്ട് ആയിട്ടായിരിക്കും ആ സർവീസ് നടത്തുന്നത്. അല്ലെങ്കിൽ അവിടെ രണ്ടും തമ്മിൽ, രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. അങ്ങനെയായിട്ടായിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റുകളെ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? കുറേയധികം ഫെസിലിറ്റീസ് അല്ലെ, തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ. എന്താണ്? ഒരു സ്ട്രക്ചറിലായിരിക്കും OP ഡിപ്പാർട്ട്മെന്റ് സർവീസ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചറിലായിരിക്കും അല്ലെ. എന്താണ്? നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തുന്നു, അതിനുശേഷം മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും OP ഡിപ്പാർട്ട്മെന്റ് സർവീസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. ക്ലിയർ അല്ലേ? 4 പോയിന്റും ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് ഏരിയാസ് ഓഫ് OPD? എന്തൊക്കെ ഏരിയാസ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ OPD ഉണ്ടായിരിക്കുന്നത്? ഏതൊക്കെ ഏരിയാസ് ആണ്? 3 തരത്തിലുള്ള ഏരിയാസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആൻഡ് ക്ലിനിക്കൽ ഏരിയ. ഫസ്റ്റ് വൺ പേഷ്യന്റ് ഏരിയ. പേഷ്യന്റ് ഏരിയാസിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ എന്നാണ് കേട്ടോ. അത് വെയിറ്റിംഗ് ഏരിയ എന്നാക്കണേ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. വെയിറ്റിംഗ് ഏരിയ. പിന്നെ എന്താണ്? സ്നാക്ക് ബാർ, അതുപോലെ എന്താണ് ATM മെഷീൻസ്. അത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് ഏരിയയില് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, അധികം വായിച്ചാൽ മനസ്സിലാവില്ലേ? ഇനി എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ഉണ്ടാവും, പബ്ലിക് റിലേഷൻ ഓഫീസ് ഉണ്ടാവും, അക്കൗണ്ട്സ്, എന്താണ് ക്യാഷ് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ബില്ലിംഗ് അടിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, പിന്നെ ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂമുകൾ. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ വരുന്നത്. ഇനി ക്ലിനിക്കൽ ഏരിയ എന്തൊക്കെ ഉണ്ടാവും? കൺസൾട്ടേഷൻ, ഡോക്ടറെ കാണുന്ന അത് കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ എക്സാമിനേഷൻ റൂം അല്ലെ. എന്താണ്? ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു റൂം ഉണ്ടാവില്ലേ, ഇപ്പൊ കിടത്തി വയറൊക്കെ പരിശോധിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു റൂം ഉണ്ടാവും രോഗിയെ കിടത്തിയിട്ട് നോക്കാനായിട്ട്. അതാണ് എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഡ്രസ്സിംഗ് റൂം ഉണ്ടാവും, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക് ആൻഡ് റേഡിയോളജി. ക്ലിനിക്കൽ ഏരിയാസിൽ വരുന്ന കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ.
പിന്നെന്താണ് ക്ലിയർ അല്ലേ? ആ 3 കാര്യങ്ങൾ ഏരിയാസ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, ഏതൊക്കെയാണെന്ന് വരുന്നത് മനസ്സിലാക്കണേ, തറായിട്ട് മനസ്സിലാക്കണം. ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏതിനകത്താണ്, ഏത് ഏരിയയിലാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് പറയും നിങ്ങൾ? അപ്പൊ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും പേഷ്യന്റ് ഏരിയയിൽ വരുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നതും ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയന്റ് ഇൻ OPD. ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താണ് ഫസ്റ്റ് നമ്മൾ വരുന്നു അല്ലെ, എൻക്വയറി, പിന്നെ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു നമ്മൾ, പിന്നെ എന്ത് ചെയ്യുന്നു, വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു അല്ലെ, വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു അല്ലെ, കൺസൾട്ടേഷൻ റൂം. പിന്നെ എന്താണ് പറയുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, എന്തെങ്കിലും MRIയോ ബ്ലഡ് ടെസ്റ്റോ യൂറിൻ ടെസ്റ്റോ ഒക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെയും എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങിക്കുന്നു. അതാണ് ഫാർമസി. പിന്നെ എന്താണ്, എക്സിറ്റ് ആവുന്നു, വീട്ടിലേക്ക് പോകുന്നു. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്താണ്, എൻക്വയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു, അവിടെ ഇരിക്കുന്നു. ഏത് ഡോക്ടറെ കാണാനാണെന്നൊക്കെ പറയുന്നു രജിസ്ട്രേഷനിൽ, അവിടെ ഇരിക്കുന്നു. കൺസൾട്ട് ചെയ്യുന്നു അല്ലെ, ഡോക്ടറെ കാണുന്നു. ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പിന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് അല്ലെ, ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അതാണ് OP ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ഫ്ലോ ചാർട്ട് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കി വായിച്ചു നോക്കിട്ടോ ഒന്ന്. ക്ലിയർ ആയില്ലേ ഫ്ലോ ചാർട്ട്? ഓക്കെ അല്ലേ? ഇനി എന്താണ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഓരോ ഏരിയാസിലും അല്ലെങ്കിൽ എന്താണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമുക്ക്. എന്താണ്, ഡയഗ്നോസ്റ്റിക്കില് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ എന്താണ്, തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, മോണിറ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, പിന്നെ എന്താണ്, ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ഇൻസ്ട്രുമെന്റ്സിനൊക്കെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. എന്താണ്, ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്, BP അപ്പാരറ്റസ്. എന്താണ് BP അപ്പാരറ്റസ്? BP പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെ, പ്രഷർ നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് BP അപ്പാരറ്റസ് അല്ലെ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. BP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് എന്തിനാ യൂസ് ചെയ്യണേ? എൻഡോസ്കോപ്പ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അനുഭവം ഉണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എൻഡോസ്കോപ്പി? വയറിന് അല്ലെ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ആര്യ ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിട്ടാ ചെയ്തിരിക്കുന്നത്?
ആര്യ ഒന്ന് പറഞ്ഞേ, എല്ലാവരും കേൾക്കട്ടെ. ആ പറഞ്ഞോ മോളെ. കുടലില് നോക്കാനായിട്ട് എന്താണ് കേട്ടോ? intensely കുടലിന്റെ ഉള്ളിലേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുടലിന്റെ ആ വായയില് കൂടെ അങ്ങനെ ഇറക്കിയിട്ട് ട്യൂബ് അങ്ങനെ ഇറക്കും. അതിന്റെ അകത്തായിട്ടൊരു ക്യാമറ ഉണ്ടാവും ചെറുത്. എന്നിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഇത് നന്നായിട്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. പക്ഷെ വൊമിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ പ്രഷർ കൊടുക്കരുതെന്ന് പറയും അധികം. അപ്പൊ നമുക്ക് പെയിൻ വരും. തൊണ്ടയിലായാലും ഇറങ്ങിപ്പോകുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ പെയിൻ വരും. അപ്പൊ കൊടുക്കാതെ നമ്മൾ റിലാക്സ് ആയിട്ട് കിടക്കണം. അപ്പൊ അവരതങ്ങനെ ഇറക്കി ആ സ്ക്രീനിൽ കാണാൻ പറ്റും. അത് റെക്കോർഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ സക്ക് ചെയ്തെടുക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവര് അതിൽ നിന്ന് എടുക്കും. ഇതിനൊക്കെ ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ. ക്ലിയർ ആയില്ല എല്ലാവർക്കും? എൻഡോസ്കോപ്പി എന്താന്ന് ആ കുട്ടി പറഞ്ഞപ്പോ വായയിൽ കൂടി ആ കുഴലിട്ട് ഇങ്ങനെ ഇറക്കുന്നു. ഇറക്കുമ്പോ വയറിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കുടലിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് എൻഡോസ്കോപ്പി. പിന്നെ എന്താണ് പോർട്ടബിൾ എക്സ്റേ? ചെയ്തിട്ടുണ്ടായെങ്കിലും പോർട്ടബിൾ എക്സ്റേ? പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോർട്ടബിൾ എന്തായിരിക്കും? മൂവബിൾ അല്ലെ? മൂവബിൾ. നമ്മളെന്താണ് ഇപ്പൊ എക്സ്റേ എടുക്കാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവര് നമ്മുടെ കയ്യിൽ അവിടെ വന്നിട്ട് എടുത്തിട്ട് അവര് പോകും. അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളിപ്പോ എക്സ്റേ എടുക്കാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവര് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? എക്സ്റേ എടുത്ത് പോകും. അങ്ങനെയുള്ളതാണ് പോർട്ടബിൾ എക്സ്റേ അല്ലെങ്കിൽ മൂവബിൾ എക്സ്റേ എന്ന് പറയുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവബിൾ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ പോർട്ടബിൾ എക്സ്റേ മനസ്സിലായില്ലേ? ഇനി എന്താണ് പോർട്ടബിൾ USG? എന്താണ് USG എന്ന് പറഞ്ഞാല്? USG സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ ഇല്ലേ? അതിനെയാണ് USG സ്കാൻ USG എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യില്ലേ നമ്മള്? അൾട്രാസോണോഗ്രഫി എന്നാണ് കേട്ടോ USG നെ പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ, അൾട്രാസോണോഗ്രഫി. അൾട്രാസോണോഗ്രഫി. പിന്നെന്താണ് എക്കോ? എക്കോ എല്ലാവർക്കും അറിയില്ലേ? എക്കോ കാർഡിയോഗ്രാം കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പോ എക്കോ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്. ഓക്കെ. ഇപ്പൊ ഡയഗ്നോസ്റ്റിക്കിൽ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പി, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG ആൻഡ് എക്കോ. ഓക്കെ. തെറാപ്യൂട്ടിക്കിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? നെബുലൈസർ. നെബുലൈസർ അറിയാലോ, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. നെബുലൈസർ എന്തിനാ യൂസ് ചെയ്യണേ? നെബുലൈസർ അതല്ലേ ശ്വാസമുട്ട്, ആസ്മയ്ക്കൊക്കെയാണ് നെബുലൈസേഷൻ അല്ലെ? നെബുലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ശ്വാസമുട്ട് അല്ലെങ്കിൽ ശ്വാസതടസ്സമൊക്കെ വരുമ്പോ ആവിയൊക്കെ പിടിക്കാനായിട്ട് അല്ലെ? അപ്പൊ അതിനൊക്കെയാണ് നെബുലൈസേഷൻ അല്ലെങ്കിൽ നെബുലൈസർ യൂസ് ചെയ്യുന്നത്. അറിയാത്തവർ എഴുതി വെക്കോട്ടോ. വെറ്റിപ്പോ കേറിയുള്ളോ? കുറച്ചു നേരമായിട്ടോ, 1:30 തുടങ്ങിയതല്ലേ ക്ലാസ്? ഓക്കെ. അപ്പൊ നെബുലൈസർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ശ്വാസതടസ്സം അല്ലെങ്കിൽ ആവിയൊക്കെ പിടിക്കാനായിട്ട്, ശ്വാസമുട്ടലിനൊക്കെയാണ് നെബുലൈസർ യൂസ് ചെയ്യുന്നത്. ലാറിംഗോസ്കോപ്പ് അതെന്തിനാ യൂസ് ചെയ്യണേ? ലാറിംഗോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? ലാറിംഗോസ്കോപ്പ് ചെയ്തവരുണ്ടോ? അറിയോ ലാറിംഗോസ്കോപ്പിന്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്? ലാറിംഗോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? നമ്മുടെ തൊണ്ടയിലൊക്കെ തൊണ്ടയില് എന്തെങ്കിലുമൊക്കെ മുഴകളൊക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. ക്യാൻസറിന്റെ മുഴകളല്ല, അല്ലാതെയുള്ള മുഴകൾ ഉണ്ടാവുമല്ലോ.
അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊണ്ടയില് നല്ല മുഴകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ENT ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നല്ലെങ്കിൽ ENT അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ENT അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇത് ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വായിലോട്ട് ഒരു സ്പ്രേ അടിക്കും. നമ്മള് അനസ്തേഷ്യ ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയല്ല. എന്നാലും ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്പ്രേ അടിക്കും. അപ്പൊ വായ മൊത്തം മരവിച്ചിട്ട് അതിനുശേഷം എന്ത് ചെയ്യും? ഈ എക്യുപ്മെന്റ്സ് വെച്ചിട്ട്, ഈ ലാറിംഗോസ്കോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും? വായിലോട്ട് ഇങ്ങനെ കുഴല പോലത്തെ ഒരു ഇതാണ്, അത് ഇറക്കും. അപ്പൊ എന്തെങ്കിലും വായയുടെ അവിടെ സ്ക്രീനിൽ കാണാനും പറ്റും നമുക്ക്. എന്തെങ്കിലും മുഴകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് ആദ്യം സ്പ്രേ അടിക്കും, അതിനുശേഷമാണ് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് മുഴകളൊക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ എക്യുപ്മെന്റ്സ് ഇറക്കുമ്പോ, മെഷീൻ ഇറക്കുമ്പോ നമുക്ക് ആ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ തൊണ്ടയുടെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ആ മുഴകളൊക്കെ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ENT അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ബ്രോഞ്ചോസ്കോപ്പ് എന്താ? ബ്രോഞ്ചോസ്കോപ്പ് നെക്സ്റ്റ് ബ്രോഞ്ചോസ്കോപ്പ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലങ്സിലൊക്കെ അല്ലെ, ഇപ്പൊ കഫക്കെട്ട് അല്ലെങ്കിൽ എന്താണ് ന്യൂമോണിയ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ആരായിരിക്കും? ചെയ്യുന്നത് ഫിസിഷ്യൻ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കും. ഈ ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താണ് ഈ ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത്? ചുമ അല്ലെങ്കിൽ കഫക്കെട്ട്, ന്യൂമോണിയ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ രീതിയിൽ ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കണം കേട്ടോ. ക്ലിയർ ആയില്ലേ? നെബുലൈസർ, പിന്നെന്താണ് ലാറിംഗോസ്കോപ്പ്, അതുപോലെ തന്നെ ബ്രോഞ്ചോസ്കോപ്പ്. ക്ലിയർ ആയില്ലേ ഇത്? ഇനി എന്താണ്? മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് നോക്കാം നമുക്ക്. എന്താണ്? പൾസ് ഓക്സിമീറ്റർ അറിയാലോ. അത് പൾസ് ഓക്സിമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? നെബുലൈസർ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ശ്വാസം മുട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വാസ തടസ്സമൊക്കെ നേരിടുമ്പോ അതിന് യൂസ് ചെയ്യുന്നത് എക്യുപ്മെന്റ്സ് ആണ്. ആവി പിടിക്കാനൊക്കെ നെബുലൈസർ യൂസ് ചെയ്യില്ല നമ്മള്. പൾസ് അറിയാൻ അല്ലെ? പൾസ് ഓക്സിമീറ്റർ എന്തിനാണ്? പൾസ് അറിയാൻ. നമ്മുടെ ഫിംഗറിലായിരിക്കും ഈ മിഷൻ അറ്റാച്ച് ചെയ്തിട്ട് പൾസ് മനസ്സിലാക്കുന്നത്, ഐഡന്റിഫൈ ഇതാക്കാം. എന്താണ്? അറ്റാച്ച് ചെയ്തിട്ട് ഫിംഗറിലായിരിക്കും ഈ പൾസ് ഓക്സിമീറ്റർ അറ്റാച്ച് ചെയ്യും. എന്നിട്ടായിരിക്കും അത് മോണിറ്റർ ചെയ്യുന്നത്, നമ്മുടെ പൾസ് നോക്കുന്നത്. ഇനി എന്താണ്? കാർഡിയാക് മോണിറ്റർ. അതറിയാലോ. എന്താണ് കാർഡിയാക് മോണിറ്റർ? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ടാണ്. പിന്നെന്താണ്? ECG. അതറിയാലോ. ECG അറിയാലോ, കേട്ടിട്ടില്ലേ നിങ്ങള്? ഹാർട്ട് ബീറ്റ് ഒക്കെ അറിയാനായിട്ട് ECG. ECG ഒക്കെ അല്ലേ? അപ്പൊ എന്താണ്? മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെയാണ് എന്ത്? പൾസ് അറിയാനായിട്ട്. അതുപോലെ കാർഡിയാക് മോണിറ്റർ ഉണ്ട്, ECG മെഷീൻ ഉണ്ട്. അതൊക്കെ എന്താണ്? നമ്മുടെ മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ആണ്. പിന്നെ എന്താണ്? ഇൻസ്ട്രുമെന്റ്സ്. എന്താണ്? IV സെറ്റ്, IV കാനുല കേട്ടിട്ടുണ്ടോ? എന്താണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ? IV കാനുല പറഞ്ഞു തന്നിട്ടില്ലേ? നമ്മുടെ വെയിനിൽ കൂടി എന്ത് കടത്തിവിടും? പ്ലാസ്റ്റിക് അല്ലെ? പ്ലാസ്റ്റിക് ട്യൂബ് അല്ലേ? അത് കടത്തിവിടും. അതെന്തെയും കടത്തിവിട്ടിട്ടാണ്
വിസിറ്റ് ചെയ്യുന്നത് ആ ഇൻസ്ട്രുമെന്റിനെയാണ്. ഇനി എന്താണ് ട്രാൻചോസ്റ്റമി? എന്തായിരിക്കും ട്രാൻചോസ്റ്റമി? ശ്വസനനാള ശാസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്. ശ്വസനനാള ശാസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് ട്രാൻചോസ്റ്റമി. ശ്വസനനാള ശാസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. പിന്നെന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി. ട്രോളി അറിയില്ലേ നിങ്ങൾക്ക്? ട്രോളി എന്തിക്കൊണ്ട് പോകുന്നത് അറിയാലോ? ഓക്കെ. അപ്പൊ ഇൻസ്ട്രുമെന്റ്സിൽ ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് വരുന്നത്: IV സെറ്റ്, ട്രാൻചോസ്റ്റമി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളി. അപ്പൊ ഓരോ ഇപ്പൊ ഡയഗ്നോസ്റ്റിക് വന്ന കാര്യങ്ങൾ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്, തെറാപ്യൂട്ടിക്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് എന്നുള്ള കാര്യങ്ങള് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ മിസ്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് OPDയുടെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് OPD എന്താണ്? ഫസ്റ്റ് നോക്കാം. ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലൻസറി ബേസിസ്. എന്താണ്? എമർജൻസി ആയിട്ട് വരുന്ന കേസുകളിലും അതുപോലെ തന്നെ എന്താണ് ഏർലി ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ആദ്യമേ എന്താണ് രോഗം നിർണ്ണയിക്കുന്നു. അതുപോലെ എന്താണ് ക്യൂറേറ്റീവ്, പ്രതിരോധാത്മകമായതും, പിന്നെന്താണ് പ്രിവെന്റീവ് അല്ലെ, പിന്നെന്താണ് റീഹാബിലിറ്റേറ്റീവ് കെയറും ആര് തരുന്നുണ്ട്? OPD ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പഠിച്ച OPD സർവീസുകൾ പഠിച്ചില്ലേ? ഡയഗ്നോസിസ്, ഇന്റർവെൻഷൻ, പ്രിവെൻഷൻ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അതും എന്താണ് OPDയുടെ ഒരു ഫങ്ഷൻ ആണ്. ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, റീഹാബിലിറ്റേറ്റീവ് കെയർ അല്ലെ, അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് സർവീസും ആര് തരുന്നുണ്ട്? OPD തരുന്നുണ്ട്. പിന്നെന്താണ്? ക്ലിയർ ആയില്ലേ അത്? സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. എന്താണ്? ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, നല്ല തരത്തിലുള്ള അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് രോഗികൾക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? OPD ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. ഇനി എന്താണ്? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. എന്തായിരിക്കും സ്ക്രീനിങ് എന്ന് പറയുന്നത്? സ്ക്രീനിങ് ടെസ്റ്റുകൾ അല്ലെ, പരിശോധനകൾ അല്ലെ. അപ്പൊ എന്താണ്? അങ്ങനെ അഡ്മിറ്റ് ആവുമ്പോ ഓരോ ടെസ്റ്റുകളും അവര് നടത്തുന്നുണ്ട് രോഗം നിർണ്ണയിക്കുന്നതിനും അല്ലെ, രോഗം ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ, ഡയഗ്നോസിസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഓരോ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതാണ് സ്ക്രീനിങ് ഫോർ. സ്ക്രീനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പരിശോധന അല്ലെ, ഓരോ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതാണ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഇനി എന്താണ്? അടുത്തതാണ് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. എന്താണ്? നമ്മൾ അഡ്മിറ്റ് ആവുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആവുമ്പോഴും, ഡിസ്ചാർജ് ആയതിനു ശേഷവും അവരെന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയായിരിക്കാം? ഇപ്പൊ ഡെലിവറി സമയത്ത് നമ്മൾ അഡ്മിറ്റ് ആയി, അതിനുശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം എന്ത് പറയുന്ന അവര് 45 അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ടൊന്ന് വന്ന് കാണണോട്ടാ, ഡോക്ടറെ ചെക്കപ്പ് ചെയ്യണോട്ടാ അല്ലെ. ഡെലിവറി ഞങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞതാണ്. വേറെ രോഗങ്ങൾക്കും എന്താണ് തിരിച്ച് ഡിസ്ചാർജ് ആയതിനു ശേഷം ചെക്കപ്പ് ചെയ്യാൻ പറയാറില്ലേ? അതാണ് റീവിസിറ്റിംഗ്. അതന്നെ. അപ്പൊ എന്താണ്? അതാണ് പറയുന്നത് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. അങ്ങനെയുള്ള സർവീസുകളും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ അറിയാലോ നിങ്ങൾക്ക്. ഹെൽത്ത് എഡ്യൂക്കേഷനെ പ്രമോട്ട് ചെയ്യുന്നുണ്ട്. റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അല്ലെ, രോഗം വരാതിരിക്കാനുള്ള നടപടികളും ആര് സ്വീകരിക്കുന്നുണ്ട്? OPD ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നുണ്ട്. പ്രമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അറിയാലോ, ഒരു എന്താണ് ബോധവാന്മാരാക്കുക അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ അവിടെ വരുന്ന വിസിറ്റേഴ്സിനും അതുപോലെ തന്നെ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഫങ്ഷൻസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്.
പിന്നെ എന്താണ് ഓരോ തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ അല്ലെ, സ്ക്രീനിങ്ങുകൾ, എന്താണ് ടെസ്റ്റുകള് അഡ്മിഷൻ സമയത്ത് അവർക്ക് വേണ്ട ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അഡ്മിറ്റ് ആയതിനു ശേഷവും ഡിസ്ചാർജ് ആയതിനു ശേഷവും എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, രോഗം വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫങ്ഷൻസ് മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വെൽ ബേബി ക്ലിനിക്സ്. എന്താണ് പറയുന്നത്? ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് ANC, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. എന്താണ് ANC എന്ന് പറയുന്നത്? ANC. What do you mean by ANC? എന്താണ് എക്സ്പാൻഡഡ് നെയിം? ANCയുടെ ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ ആണ് കേട്ടോ ANC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആന്റിനേറ്റൽ കെയർ, ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ഗർഭിണികൾക്ക് അവരുടെ സുരക്ഷയെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ എന്താണ് മാരേജ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്ലാൻഡ് പാരന്റ്ഹുഡ് അല്ലെ, മാതൃത്വം പിതൃത്വം. പാരന്റ്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അച്ഛനാവാൻ പോകുന്നവര്, അച്ഛനാവാൻ വേണ്ടി തയ്യാറെടുക്കുന്നവര്, അതുപോലെ തന്നെ അമ്മയാകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവര്, അവരെയൊക്കെയാണ് പാരന്റ്ഹുഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസ്സും ആര് കൊടുക്കുന്നുണ്ട്? OPD ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? എന്തായിരിക്കാം സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞാല്? ഹെൽത്ത് ക്ലബ്. പിന്നെന്താ പറയാ? ഹെൽത്ത് പ്രോഗ്രാംസ് വെക്കും സ്കൂളിൽ. പിന്നെന്താണ് ഇമ്മ്യൂണൈസേഷൻ. കറക്റ്റ്, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ടാവല്ലോ ഡോക്ടർമാര്, നഴ്സുമാരൊക്കെ. കുത്തിവെപ്പ് ശരിയാണ്, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കും. അതുപോലെ തന്നെ എന്താണ് കേൾവി, ചെവിയൊക്കെ പരിശോധിക്കാൻ, അതുപോലെ തന്നെ കണ്ണ് പരിശോധനക്കൊക്കെ ഡോക്ടർമാര് വരില്ലേ? ഐ ടെസ്റ്റ് തന്നെ വരില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലേ ചെവിക്ക് അല്ലെങ്കിൽ കണ്ണിനൊക്കെ വിഷൻ കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ടീച്ചർമാരോട് പറയോ അല്ലെ, ഇന്ന കുട്ടിക്ക് വിഷൻ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? ടീച്ചർ പാരന്റ്സിനെ ഇൻഫോം ചെയ്തിട്ട് പാരന്റ്സ് ഡോക്ടറെ കൊണ്ടേ കാണിക്കും. അങ്ങനെയുള്ള ഫെസിലിറ്റീസും അല്ലെങ്കിൽ എന്താണ് ഈ ചെക്കപ്പ് ചെയ്ത ഡോക്ടറോട് തന്നെ വരാനൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങള് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് സ്കൂളില് ഹെൽത്ത് ക്ലിനിക് അല്ലെ, അതാണ് പറഞ്ഞത്. ചെവി കണ്ണ് പരിശോധനക്കൊക്കെ ഡോക്ടർ വരില്ലേ? അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള്. പിന്നെ സ്കൂളിൽ എന്താണ് ഹെൽത്തിനെ കുറിച്ചുള്ള ഹെൽത്ത് സെമിനാർസുകൾ, പ്രോഗ്രാംസുകളൊക്കെ വെക്കും, ബോധവൽക്കരണ ക്ലാസ്സുകൾ വെക്കും. അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഹെൽത്ത് ക്ലിനിക് അതിൽ വരുന്നത് കേട്ടോ. 10 വയസ്സിന്റെ വാക്സിനേഷൻ ഉണ്ട്, 5 വയസ്സിന്റെ വാക്സിനേഷൻ അവിടെ വന്ന് ചെയ്യില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അതിന് പറയാം, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിൽ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കേട്ടിട്ടുണ്ടോ ഈ പോയിന്റ്? തന്നെ എന്താണ് സാംക്രമിക രോഗങ്ങൾ അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസുകൾ ഏതൊക്കെയാണ്? കൊറോണ, നിപ്പ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ വരുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എന്ന് പറയാം. ഇനി എന്താണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ്
ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, TB, etc. എന്താണ് ക്യാൻസറും TB ഒക്കെ ഫസ്റ്റ് സ്റ്റേജിൽ അറിയുമ്പോൾ തന്നെ അത് ഡയഗ്നോസിസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റും നടത്തുന്നുണ്ട്. ക്യാൻസർ, TB അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ പോയിന്റ്? പിന്നെന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ഡിവൈസസ്, റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. എന്താണ് പറയുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വണ്ണം കൂടുതലുള്ള ഒരു കുട്ടി, വണ്ണത്തടി ഉള്ളൊരു കുട്ടി അപ്പൊ വന്നിട്ട് പറയണേണ് ഡോക്ടർ എനിക്ക് ഭയങ്കര കാലുവേദനയും നടക്കാൻ പറ്റുന്നില്ല, തണ്ടൽ വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, ഡയറ്റ് കീപ്പ് ചെയ്യണം, ഡയറ്റ് പ്ലാൻ നോക്കിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ വെയിറ്റ് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ആ കുട്ടിനോട് ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയുള്ള ആ കുട്ടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഹാൻഡിക്യാപ്പിന് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്താണ് സ്ട്രോക്ക് ബാധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ് ഒരു വശം തളർന്നിരിക്കണമെങ്കിൽ ആ വ്യക്തിയെ ഫിസിയോതെറാപ്പിയിലൂടെ പുനർജീവിതത്തിലേക്ക് ഡിപ്പാർട്ട്മെന്റ് OPD ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ ഈ പോയിന്റ്സ്? അപ്പൊ എന്താണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് മാരേജ് കൗൺസിലിംഗ്, അതുപോലെ ഗർഭിണി ആയിട്ടുള്ളവർക്കൊക്കെ അവരുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെന്താണ് സ്കൂളിലൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ക്യാൻസർ, TB പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ, ന്യൂട്രീഷൻ അഡ്വൈസസ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സർവീസസുകൾ, ഹാൻഡിക്യാപ്പിനുള്ള ഫെസിലിറ്റീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലാകൽ ഇത് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് OPD. 2 ടൈപ്സ് ആണ് OPDക്കുള്ളത്, OPD സർവീസിനുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് OP പേഷ്യന്റ് സർവീസസ്, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് OP പേഷ്യന്റ് സർവീസസ്. എന്താണ് സെൻട്രലൈസ്ഡ് OP പേഷ്യന്റ് സർവീസ് എന്ന് നോക്കാം. All services are provided in the concise area which includes all diagnostic and therapeutic facilities are being provided in same place. എന്താണ് നമ്മള് ഇപ്പൊ ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പൊ ചെല്ലുമ്പോ തന്നെ അവിടെ റിസപ്ഷനിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അല്ലെ, റിസപ്ഷൻ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നതാണ് സെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് അവിടെ ചോദിക്കും അല്ലെ, ഡോക്ടർ എപ്പോഴാണുള്ളത്, ഡോക്ടർ ഏത് ദിവസമാണ് വരുന്നത്, ഏത് ദിവസമാണ് ഇരിക്കുന്നത്, ഏത് ടൈമിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവര് നമുക്ക് പറഞ്ഞു തരാം അല്ലെ, എൻക്വയറീസ് ഒക്കെ നടത്തുമ്പോ അങ്ങനെയല്ലേ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നതാണ് സെൻട്രലൈസ്ഡ് OP സർവീസസ്. എല്ലാ കാര്യങ്ങളും അവര് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ സർവീസസുകളെയാണ് പറയുന്നത് സെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെന്താണ് ഇയാൾക്ക് പോകേണ്ടത് OP ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ ഇവര് പറയും എന്താണ് ആ OP ഡിപ്പാർട്ട്മെന്റ് അവിടെയാണ്, അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിക്കോളൂ എന്ന് പറയും. അപ്പൊ എന്താണ് അതാണ് ഡീസെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറഞ്ഞിട്ട്. സർവീസസ് ആർ പ്രൊവൈഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് OP ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലുകളിൽ എന്താണ് കുറെ അധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. OP ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ തരം തിരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റ്സിലും ഉണ്ടാവും എന്ത് റിസപ്ഷനും ഹെഡുകളും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. അവർ നടത്തുന്ന സർവീസുകളെ പറയുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെൻട്രലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെൻട്രൽ മൊത്തം അല്ലെ, പ്രധാനമായിട്ടും അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്താണ് ചോദിച്ചറിയാനായിട്ട് നമുക്ക് എന്താണ് എൻക്വയറീസ് ഒക്കെ നടത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരെയാണ് നമ്മള് സെൻട്രലൈസ്ഡ് OP സർവീസസിൽ പെടുന്നത്. ഇനി എന്താണ് നമുക്ക് എന്താണ് ഓർത്തോന്റെ മാത്രം മതി അല്ലെ, ഓർത്തോ ഡോക്ടറെ കാണണം, അത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ അവർ പറയും എന്താണ് അവിടെയാണ് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് പൊക്കോള്. അപ്പൊ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടാവും റിസപ്ഷൻ ഏരിയാസ് ഉണ്ടാവും. അതിനെ പറയുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഓക്കെ, ഇവരിൽ നിന്നാണ് അടുത്ത ആൾക്കാർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആദ്യമായിട്ട് ഇപ്പോ ഒരു OPയിൽ ഇപ്പൊ പേഷ്യന്റ് ചെല്ലുന്നത് സെൻട്രലൈസ്ഡ് OP പേഷ്യന്റ് സർവീസിലോട്ടായിരിക്കും. അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഓൾ സർവീസസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെന്താണ് അതിന്റെ അടിയിൽ എന്തുണ്ടാവും? ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉണ്ടാവില്ലേ, അതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇത്രയും ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. നമ്മളിന്ന് എന്തൊക്കെയാ പഠിച്ചത്? പിന്നെ ഫ്ലോ ചാർട്ട് ഒന്ന് ആരെങ്കിലും പറയോ? ആര് പറയും ഫ്ലോ ചാർട്ട്, ഫ്ലോ പാറ്റേൺ? സന്ധ്യ ഒന്ന് പറയോ? സന്ധ്യ ഒന്ന് പറഞ്ഞേ. ആരുല്ലേ? ഫാത്തിമ ഒന്ന് പറയോ? ഫാത്തിമ. ഞാൻ പറയാം മിസ്സേ. ഹലോ, ആരാ പറയാ? ഫാത്തിമ. പറയാം മിസ്സേ. ആരെങ്കിലും പറ. ഞാൻ പറഞ്ഞോ? ഞാൻ പറയട്ടെ? പറഞ്ഞോ. എൻക്വയറി, പറഞ്ഞു. മാത്രം കൺസൾട്ടേഷൻ റൂം, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഫാക്കൽറ്റീസ്, ഫാർമസി, എക്സിറ്റ്. ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയാണ് വരാ? ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസില് ലാബ് ടെസ്റ്റുകൾ നടത്തുന്നു. ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, MRIകള്, എക്സ്റേസ് ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിലാണ് വരുന്നത് കേട്ടാ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഈ ടെസ്റ്റുകളെയാണ് കേട്ടാ, മറക്കരുത് കേട്ടോ. അതാണ് ഞാൻ ചോദിച്ചത്, ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. ഓക്കെ, ക്ലിയർ. ഇനി ഫങ്ഷൻസ് ഓഫ് OPD ആര് പറയും? ശരത്ത് ഒന്ന് പറഞ്ഞേ. ഫങ്ഷൻസ് ശരത്ത് ഉണ്ടാ? ശരത്ത് പറഞ്ഞു. ഡയഗ്നോസിസും ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, റിയവൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണ്. പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ പ്രൊവൈഡ് ചെയ്യണ് ആംബുലൻറി ബേസിസ് ഒക്കെ ഇതില്. പിന്നെ സ്ക്രീനിങ്, ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കണവർക്ക് സ്ക്രീനിങ് പ്രൊവൈഡ് ചെയ്യണ്. പരിശോധന ടെസ്റ്റുകൾ. പിന്നെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് 1 മാസമൊക്കെ കഴിഞ്ഞ് വരണം എന്നൊക്കെ പിന്നീട് പറയുന്നു. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? എത്ര എടുത്തതില് ഡൗട്ടുകൾ എന്തെങ്കിലും? ഓക്കെ. ഫങ്ഷൻസ് ഓഫ് OPD 5ഉം 7 വ്യത്യാസം വരുന്നു മാം. എന്താണ്?
ഫങ്ഷൻസ് ഓഫ് OPD-യിൽ 5-മത്തത് 7-മത്തത് എന്തെന്ന് വ്യത്യാസം? ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത് കേട്ടാ. അങ്ങനെ പഠിച്ചാൽ മതി. സെയിം പോയിന്റ്സുകൾ. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാം, നമ്മൾ ഈ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ഡിപ്രഷൻ ഒക്കെ വരുമല്ലോ, അപ്പൊ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് ഇത് ഏതിപ്പെടും? ഈ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കിൽ പെടുവോ അതൊക്കെ? ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ തെറാപ്യൂട്ടിക് മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ ക്ലിയർ ആയില്ലല്ലോ മിസ്സിന്? തെറാപ്യൂട്ടിക് സൗണ്ട് വിട്ട് പോകുന്നു. ഇപ്പൊ കേൾക്കണ്ടോ? പറഞ്ഞോ. തെറാപ്യൂട്ടിക് മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയൊക്കെ അല്ലേ? അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്യുപ്മെന്റ്സുകളാണ് ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? രോഗനിർണയത്തിന്, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് മോണിറ്ററിങ്ങിന്, നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുന്നതിന്, അങ്ങനെയുള്ള ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ആണ് നോക്കുന്നത്. മിസ്സേ, രോഗനിർണയത്തിന്റെ വിവിധ തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് അതൊക്കെ? സ്റ്റെപ്പല്ല, ഇപ്പൊ ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യില്ലേ, അതിനു വേണ്ടി ബി പി അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് എൻഡോസ്കോപ്പി, വയറിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഉപകരണങ്ങൾ. ഓക്കെ. സൗണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് സൗണ്ടിന് എറർ വന്നെനിക്ക് ക്ഷമിക്കണം. ഓക്കെ. ഓക്കെ, താങ്ക് യു. Sir.